1400 കോടി വിറ്റുവരവ് ലക്ഷ്യമിട്ട് കേരള വിഷൻ 2026-27 വർഷത്തെ വാർഷിക പ്രവർത്തന പദ്ധതി കേരള വിഷൻ ഔദ്യോഗികമായി പുറത്തിറക്കി. കഴിഞ്ഞ വർഷം 1150 കോടി രൂപയുടെ വിറ്റുവരവ് നേടിയ കേരള വിഷൻ വരും വർഷം അത് 1400 കോടി രൂപയാക്കി ഉയർത്തുവാനാണ് ലക്ഷ്യമിടുന്നത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിലാണ് വാർഷിക പ്രവർത്തന പദ്ധതി ഔദ്യോഗികമായി പുറത്തിറക്കിയത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ്, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ലിമിറ്റഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 2026-27 വർഷത്തെ വാർഷിക പ്രവർത്തന പദ്ധതിയാണ് ഔദ്യോഗികമായി പുറത്തിറക്കിയത്. മേഖലയിലെ പ്രമുഖരും സാങ്കേതിക വിദഗ്ധരും പങ്കെടുത്ത ചടങ്ങിൽ ഡിജിറ്റൽ ടിവി, ബ്രോഡ്ബാൻഡ് സേവനങ്ങളുടെ ഭാവിയിലേക്കുള്ള സമഗ്രമായ മാർഗരേഖ അവതരിപ്പിച്ചു. കഴിഞ്ഞ വർഷം 1150 കോടി രൂപയുടെ വിറ്റുവരവ് നേടിയ കേരള വിഷൻ വരും വർഷം അത് 1400 കോടി രൂപയാക്കി ഉയർത്തുവാനാണ് ലക്ഷ്യമിടുന്നത്. സിഒഎ പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സിഒഎ ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, KCCL ആൻഡ് KVBL ചെയർമാൻ സുരേഷ് കുമാർ PP, മാനേജിംഗ് ഡയറക്ടർ അനിൽ മംഗലത്ത് എന്നിവർ നെറ്റ്വർക്കിന്റെ വളർച്ചയെക്കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ന്യൂ ജനറേഷൻ കൺസെപ്റ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ആണ് സംഘടന തന്നെ റീഫോം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അവിടെ ഏറ്റവും വലിയ ടെക്നോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരള വിഷൻ എത്രത്തോളം റിഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. 3 കാര്യങ്ങളെ ഞാൻ സൂചിപ്പിച്ചു. ഒന്ന്, ലുക്ക് ബാക്ക് ആൻഡ് ഗെറ്റ് എക്സ്പീരിയൻസ്, ലുക്ക് ഫോർവേഡ് ആൻഡ് സീ ഹോപ്സ്, ആൻഡ് ലുക്ക് അറൗണ്ട് ആൻഡ് ഫൈൻഡ് റിയാലിറ്റി. നമ്മുടെ ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്താണ്, വാട്ട് ഈസ് ഹാപ്പനിങ് ന്യൂ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് പാൻ ഇന്ത്യ ബിസിനസ് എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അങ്ങനെ ആ രംഗത്തേക്ക് കൂടി നമ്മൾ മുന്നേറുമ്പോൾ നമ്മളുടെ സാമ്പ്രദായികമായിട്ടുള്ള ഇന്നത്തെ രീതികളിൽ നിന്നും മാറിക്കൊണ്ട് നമുക്ക് പുതിയ തലത്തിലേക്ക് നമ്മളുടെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കണം. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു സംവിധാനമായി ഇത് മാറേണ്ടതുണ്ട്. ആ വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഈ കമ്പനിയെ എങ്ങനെയാണ് പരുവപ്പെടുത്തേണ്ടത്, ഈ കമ്പനിയെ എങ്ങനെയാണ് അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കേണ്ടത് എന്നതാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത്രത്തോളം ദീർഘവീക്ഷണമുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു സംഘടന ഇവിടെ ഉള്ളിടത്തോളം ഈ പറയുന്ന ടാർഗറ്റുകളും ഈ പറയുന്ന കമ്പനികളും ഒന്നും വിജയിക്കുന്നതിനകത്ത് സംശയം വേണ്ട. മാറ്റങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവും. മാറ്റമില്ലാത്ത ഒന്നും മാറ്റത്തിന് മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വ്യക്തികൾ മാറും. സിസ്റ്റം ഉണ്ടെങ്കിൽ KCCL പോലെയുള്ള സംവിധാനങ്ങൾ, 5000 ഓപ്പറേറ്റർമാരുള്ള കേരളത്തിലെ സംവിധാനം നാളെ കൊൽക്കത്ത ഓപ്പറേഷനോ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് വരുമ്പോൾ 10,000, 20,000, 30,000 ഓപ്പറേറ്റർമാരുടെ സംവിധാനങ്ങളായി മാറേണ്ട ഒരു വലിയ സാധ്യതയുള്ള ഒരു സ്ഥാപനമാണ്. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും സഹകരിച്ചാൽ മാത്രമാണ് അവിടെ നടക്കുകയുള്ളൂ. ഇപ്പോൾ എംപവറിംഗ് ലാസ്റ്റ് മെയിൽ എന്നുള്ള ഈ സ്ലോഗൻ വെച്ചുകൊണ്ട് ഈ ഒരു AOPയോട് കൂടി നമ്മൾ കാണുന്ന നമ്മുടെ ഹൈ വാല്യൂ കസ്റ്റമർ എന്നുള്ളത് നമ്മുടെ ഓപ്പറേറ്റർ തന്നെയാണ്. കാരണം ഏതൊരു ഹൈ വാല്യൂ കസ്റ്റമറെക്കാളും എത്രയോ മടങ്ങ് ബില്ലിംഗ് ആണ് ഒരു ഓപ്പറേറ്ററിലേക്ക് KCCL ബില്ല് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓപ്പറേറ്റർമാരിലേക്ക് നമ്മുടെ ശ്രദ്ധയൂന്നിക്കൊണ്ട് അവരിലേക്ക് മാക്സിമം അവർക്ക് നൽകാവുന്ന സേവനങ്ങൾ നൽകിക്കൊണ്ട് അവരെ എംപവർ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഈ AOP റോൾ ഔട്ടോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മികച്ച സേവനം നൽകാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയായിട്ട് ഇത് മാറേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ സമയത്ത് KCCL ഡയറക്ടർ ബോർഡ് ടീമിനും മികച്ച എക്സിക്യൂട്ടീവുകൾക്കും അസോസിയേഷനും ഓപ്പറേറ്റർമാർക്കുമെല്ലാം ഈ ലക്ഷ്യം നേടാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും ആ ഒരു വലിയ വിജയം കൈവരിക്കാൻ ഈ വർഷത്തെ ഈ AOPക്ക് കഴിയട്ടെ. AOP റോൾ ഔട്ടിനെ കുറിച്ചും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചും COO പത്മകുമാരൻ വിശദമായ അവതരണം നടത്തി. ILL MLL നമ്മൾ 512 കണക്ഷൻ എന്നുള്ളത് നമ്മൾ 755 കൂടി 243 ILL MLL കണക്ഷൻസ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് പെയ്ഡ് 2690 ആയിരുന്നത് 4724 കണക്ഷനായിട്ട് കൂടി 2034 കോർപ്പറേറ്റ് പോസ്റ്റ് പെയ്ഡ് കണക്ഷൻസ് നമ്മൾ കഴിഞ്ഞ വർഷം അച്ചീവ് ചെയ്തിട്ടുണ്ട്. കേരള
വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MD K ഗോവിന്ദൻ, COA വൈസ് പ്രസിഡന്റ് PS രജനീഷ്, COA സ്റ്റേറ്റ് സെക്രട്ടറി നിസാർ TA, COA സ്റ്റേറ്റ് സെക്രട്ടറി PS സിബി തുടങ്ങിയ വിവിധ വിഭാഗം മേധാവികളും ചടങ്ങിൽ സംസാരിച്ചു. വിവിധ സെഷനുകളിൽ കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ സാങ്കേതികവും പ്രവർത്തന സംബന്ധവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള അംഗീകാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.